രണ്ട് ഡൈനോസർ കുട്ടികൾ. പണ്ടൊരു കാലത്ത് രണ്ട് ഡൈനോസർ കുട്ടികൾ ഉണ്ടായിരുന്നു. മഹാകുസൃതികളായിരുന്നു. ഒരാൾ 5-ലും ഒരാൾ 6-ലും. ഉടുമ്പുലോറിയെ മറിച്ചിടും, കൊതുകിനെ കല്ലെടുത്തെറിയും, എട്ടുകാലി വലക്കി വെടിവെക്കുന്നു, ഈച്ചേനെ കടിക്കാൻ ചാടുന്നു. ഈ വികൃതി കഥകൾ വായിച്ചാലും തീരില്ല. തലയും കൈയും വാലും ആട്ടി ഓടുകയാണ് അവരുടെ പ്രധാന വിനോദം. സ്കൂളിൽ പോയി മറ്റു കുട്ടികളെ സ്ലേറ്റ് പൊട്ടിക്കുക, അമ്മ കാണാതെ അമ്മയുടെ മൊബൈൽ മറ്റു കുട്ടികൾക്ക് കൊടുക്കുക. അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവരുടെ ബാഗിൽ നിന്ന് ഒരു ദിനോസർ മുട്ട കണ്ടു. അത് സ്കൂൾ പൂന്തോട്ടത്തിൽ കുഴിച്ചിടാൻ വിചാരിച്ചു. ദിനോസർ മരം ഉണ്ടാവാനാണത്രേ. ഇപ്പോൾ താമസിക്കുന്ന വീട് ഒഴിവാക്കി ഈ മരത്തിൽ താമസിച്ചു പോവാം. വീട്ടിൽ ചെന്നപ്പോൾ അമ്മ രണ്ടുപേർക്കും കയ്യിൽ ചുട്ടടി കൊടുത്തു. മിണ്ടാതെ കുട്ടികൾ സങ്കടത്തോടെ ഇവിടെ ഇരുന്ന് TV കാണുന്നത്. അമ്മ വേഗം മിണ്ടാതെ ഇവിടെ ഇരുന്നോണം, ഡൈനോസർ കുട്ടികളാണ് പോലും. ഞങ്ങൾ ആരാ? ദിനോസർ കുട്ടികൾ അല്ലേ? ആണോ? അമ്മയോട് ചോദിച്ചു. അമ്മ വടിയും കൊണ്ട് ചാടി വീണു. നിങ്ങൾ മിണ്ടാതെ വിടുന്നു. നിങ്ങൾ ചിലക്കുന്ന പല്ലികളല്ലേ, ഭിത്തിപ്പല്ലികൾ. അമ്മയല്ലേ ചോറ് തിന്നുമ്പോൾ ഞങ്ങൾ ദിനോസറുകളാണെന്ന് പറയാറ്? ഞങ്ങളല്ലേ ദിനോസർ സ്കൂളിൽ ചേർത്തത്? അമ്മയല്ലേ ഞങ്ങൾക്ക് ദിനോസർ കാർട്ടൂൺ കാണിച്ചു തരല്? അമ്മയല്ലേ ദിനോസർ ബന്ധുക്കളാണെന്ന് പറയാറ്? മിണ്ടാതെ എന്നാണ് അമ്മ കണ്ണുരുട്ടി. ഡൈനോസർ കുട്ടികളും കണ്ണുരുട്ടി മിണ്ടും സങ്കടത്തോടെ പറഞ്ഞു. അമ്മ ചിരിച്ചു. അമ്മ സഹിക്കാനേ കഴിഞ്ഞില്ല. കഥ തീർന്നു. പല്ലികളെ കാണുമ്പോൾ ഞങ്ങളെ ഓർക്കണേ, ദിനോസർ കുട്ടികൾ പറഞ്ഞു. താങ്ക് യു.